മീഖായുടെ പുസ്തകം 6-ാം അധ്യായത്തെ ആസ്പദമാക്കിയിട്ടുള്ള ബൈബിൾ ക്വിസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതിൻ്റെ ഉത്തരങ്ങളോടൊപ്പം തന്നെ ബൈബിൾ റെഫറൻസ് കൂടി കൊടുക്കുന്നുണ്ട്. നിങ്ങളിത് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ബൈബിൾ റെഫറൻസ് കൂടി നോക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഇസ്രായേലിൻ്റെ കാര്യം ആരുടെ മുമ്പാകെ വിവരിക്കാനാണ് യഹോവ മീഖാ പ്രവാചകനോട് കേൾപ്പീൻ എന്ന് അരുളി ചെയ്യുന്നത്? പർവ്വതങ്ങളുടെ മുമ്പാകെ വിവരിക്കാനാണ്. പർവ്വതങ്ങളുടെ മുമ്പാകെ മീഖാ പ്രവാചകൻ വ്യവഹരിക്കുമ്പോൾ അവൻ്റെ വാക്ക് കേൾക്കുന്നതാര്? കുന്നുകൾ. യഹോവയുടെ വ്യവഹാരം ആരോടായിരുന്നു? തൻ്റെ ജനത്തോട്. ഇസ്രായേലിനോട് വാദിക്കുന്ന യഹോവയുടെ വക്കീലെന്ന് വിളിക്കാവുന്ന പ്രവാചകനാര്? മീഖാ പ്രവാചകൻ. ജനത്തോടുള്ള വ്യവഹാരത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ സാക്ഷീകരിക്കുവാനാണ് യഹോവ അവരോട് ആവശ്യപ്പെടുന്നത്? 1. എൻ്റെ ജനമേ, ഞാൻ നിന്നോട് എന്തു ചെയ്തു? 2. ഏതൊന്നിനാൽ ഞാൻ നിന്നെ മുഷിപ്പിച്ചു? മിസ്രൈം ദേശത്ത് നിന്ന് ഇസ്രായേലിനെ വീണ്ടെടുത്ത ദൈവം അവരുടെ മുമ്പിൽ ആരെയെല്ലാമാണ് അയച്ചത്? മോശയെയും അഹരോനെയും മിര്യാമിനെയും. ജനത്തോടുള്ള യഹോവയുടെ വ്യവഹാരത്തിൽ മിസ്രൈം ദേശത്തെ സൂചിപ്പിക്കുന്ന വിശേഷണം എന്താണ്? അടിമവീട്. മീഖായുടെ പുസ്തകത്തിൽ ജനത്തോടുള്ള യഹോവയുടെ വ്യവഹാരത്തിൽ പറയുന്ന മോവാബ് രാജാവ് ആരാണ്? ബാലാക്ക്. ബിലെയാമിൻ്റെ പിതാവ് ആര്? ബേയോരാണ് ബിലെയാമിൻ്റെ പിതാവ്. ജനത്തോടുള്ള യഹോവയുടെ വ്യവഹാരത്തിൽ അവർക്കായി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അവരെ ഓർമ്മിപ്പിക്കുന്നതിലൂടെ യഹോവ എന്താണ് ഉദ്ദേശിച്ചത്? യഹോവയുടെ നീതിപ്രവൃത്തികളെ അറിയണമെന്നാണ് ഉദ്ദേശിച്ചത്. എന്തോന്നുകൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അത്യുന്നതനായ ദൈവത്തിൻ്റെ മുമ്പാകെ കുമ്പിടേണ്ടു എന്ന് ചോദിച്ചതാര്? മീഖാ പ്രവാചകൻ. ജനങ്ങളുടെ അവിശ്വസ്തതയുടെയും അനീതിയുടെയും നടുവിൽ യഹോവയെ പ്രസാദിപ്പിക്കുന്നതിനെക്കുറിച്ച് മീഖാ പ്രവാചകൻ ചോദിക്കുന്നത് എന്താണ്? 1000 ആട്ടുകൊറ്റനിലും 10,000 തൈല നദിയിലും യഹോവ പ്രസാദിക്കുമോ എന്നാണ് മീഖാ പ്രവാചകൻ ചോദിക്കുന്നത്. എൻ്റെ അതിക്രമത്തിനു വേണ്ടി ഞാൻ എൻ്റെ ആദ്യജാതനെയും ഞാൻ ചെയ്ത പാപത്തിനു വേണ്ടി എൻ്റെ ഉദരഫലത്തെയും കൊടുക്കണമോ എന്ന് ചോദിച്ചതാര്? മീഖാ പ്രവാചകൻ. മനുഷ്യ, നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ഡാഷ് പ്രവർത്തിപ്പാനും ഡാഷ് ആയിരിപ്പാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഡാഷ് നടപ്പാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിപ്പാനും താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? യഹോവയുടെ നാമത്തെ ഭയപ്പെടുന്നത് എന്താകുന്നു? ജ്ഞാനം ആകുന്നു യഹോവയുടെ നാമത്തെ ഭയപ്പെടുന്നത്. യഹോവയുടെ നാമത്തെ ഭയപ്പെടുന്നത് ജ്ഞാനം ആകുന്നതുകൊണ്ട് എന്ത് ശ്രദ്ധിപ്പീൻ എന്നാണ് യഹോവ പറയുന്നത്? വടിയെയും അതിനെ നിയമിച്ചവനെയും ശ്രദ്ധിപ്പീൻ എന്നാണ് യഹോവ പറയുന്നത്. ആരെയാണ് യഹോവ നിർമ്മലനായി എണ്ണുമോ എന്ന് ചോദിക്കുന്നത്? കള്ളത്തുലാസും കള്ളപ്പടികളിട്ട സഞ്ചിയുള്ളവരെയുമാണ് നിർമ്മലനായി എണ്ണുമോ എന്ന് യഹോവ ചോദിക്കുന്നത്. ദുഷ്ടൻ്റെ വീട്ടിലെ സാഹസപൂർണന്മാർ ആരാകുന്നു? ധനവാന്മാർ ആകുന്നു. അതിലെ ധനവാന്മാർ സാഹസപൂർണന്മാർ ആകുന്നു. അതിലെ നിവാസികൾ വ്യാജം സംസാരിക്കുന്നു. ഏതിലെ? ഇസ്രായേലിലെ. യഹോവ പട്ടണത്തോട് വിളിച്ചു പറയുന്നിടത്ത് ദുഷ്ടൻ്റെ വീട്ടിലെ നിവാസികൾ എന്ത് സംസാരിക്കുന്നു? വ്യാജം സംസാരിക്കുന്നു. യഹോവ പട്ടണത്തോട് വിളിച്ചു പറയുന്നിടത്ത് അതിൻ്റെ നിവാസികളുടെ നാവ് എങ്ങനെയുള്ളതായിരുന്നു? ചതിവുള്ള നാവായിരുന്നു. അനീതിയും വ്യാജവും ചതിവും പാപവും നിറഞ്ഞ പട്ടണക്കാരുടെ ഭക്ഷണകാര്യത്തിലുണ്ടായ ശാപങ്ങൾ എന്തെല്ലാമാണ്? ഭക്ഷിക്കും തൃപ്തി വരികയില്ല, വിശപ്പ് അടങ്ങുകയുമില്ല. നീ ഭക്ഷിക്കും തൃപ്തി വരികയില്ല, നീ വിതയ്ക്കും കൊയ്യുകയില്ല. ആരോടാണ് യഹോവ മീഖാ പ്രവാചകനിലൂടെ ഇപ്രകാരം അരുളി ചെയ്തത്? ഇസ്രായേലിനോട്. അനീതിയും വ്യാജവും ചതിവും പാപവും നിറഞ്ഞ ഇസ്രായേലിയർക്ക് തങ്ങളുടെ മുന്തിരിപ്പഴം ചവിട്ടുന്ന കാര്യത്തിലുണ്ടായ ശാപം എന്താണ്?
വീഞ്ഞ് കുടിക്കുകയില്ല എന്ന ശാപം. യഹോവയുടെ നീതിപ്രവൃത്തികൾക്ക് പകരം ഇസ്രായേൽ ആരുടെ ആലോചനകൾക്കനുസരിച്ച് പ്രമാണിക്കുന്നുവെന്നാണ് യഹോവ പട്ടണത്തോട് വിളിച്ചു പറയുന്നത്. ഒമ്രിയുടെ ചട്ടങ്ങളും ആഹാബ് ഗൃഹത്തിൻ്റെ സകല പ്രവൃത്തികളും അനുസരിച്ച് പ്രമാണിക്കുന്നുവെന്നാണ് യഹോവ പട്ടണത്തോട് വിളിച്ചു പറയുന്നത്. ഒമ്രിയുടെ ചട്ടങ്ങളും ആഹാബ് ഗൃഹത്തിൻ്റെ സകല പ്രവൃത്തികളും അനുസരിച്ച് നടന്നത് ആര്? ഇസ്രായേൽ. മീഖാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം പഠിക്കാൻ ശ്രമിച്ച നിങ്ങളെ ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനമാകുന്നുവെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും വേണം. വീണ്ടും പുതിയ വീഡിയോയുമായി അടുത്തതിൽ കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് ഗോഡ് ബ്ലസ് യു.